നമ്മുടെ ഈ ഭാഗത്ത് വയനാട്ടിൽ വെച്ച് പ്രസവിക്കുമ്പോഴോ എവിടെയോ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, പണ്ട് കാലത്ത് നമ്മളെ ഉപ്പാപ്പാരും മുണ്ടിന്റെ അടിയിൽ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിന്റെ പേര് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ. മുണ്ടിന്റെ അടിയിൽ കൊടുക്കുന്ന സാധനം 3/4 എന്നാ ഇപ്പൊ എന്റെ പേര്, ഇംഗ്ലീഷ് ആയപ്പോ. ഇപ്പൊ ചില ആളുകൾക്ക്, ചില ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ മുട്ടിന്റെ മേലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടേ അങ്ങാടിയിൽ ഇറങ്ങുമ്പോ ഭയങ്കര ജോറ്. കാരണം 3/4 എന്നാണല്ലോ, ഇംഗ്ലീഷ് പേരാണല്ലോ. അപ്പൊ ഭയങ്കര ജോറായിപ്പോയി. അങ്ങാടിയിൽ ഇറങ്ങുമ്പോ 3/4 ഇട്ട് ഇറങ്ങുന്ന ചില മുസ്ലിം ചെറുപ്പക്കാർ. വേല കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, നിങ്ങൾ ജിമ്മിന് പോകണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, നിങ്ങൾ ജിമ്മിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരോഗ്യം നിങ്ങൾ തന്നെ നോക്കണം, മൊയിലിയാർ നോക്കൂല. മൊയിലിയാർ ആരോഗ്യം മൊയിലിയാരും നോക്കണം, അയാളല്ലാതെ നാട്ടുകാരും നോക്കൂല. വേലിന് വരുമ്പോ നാട്ടുകാർ വല്ലാതെ ക്ഷണിക്കും, ഭക്ഷണം കഴിക്കണം എന്ന് പറയും. വേല കഴിഞ്ഞാലും കഴിക്കണം, മുന്നേയും കഴിക്കണം, 2 നേരമല്ല 3 നേരം കഴിക്കണം എന്നൊക്കെ പറയും. അതൊക്കെ അവരെ സ്നേഹാണ്. മൊയിലിയാർ ആരോഗ്യം മൊയിലിയാർ നോക്കണം, നാട്ടുകാരായ ആരോഗ്യം നാട്ടുകാർ നോക്കണം. അതിന് നമ്മൾ സംശയിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആരും ജിമ്മിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വ്യായാമം ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ചോ, ഔറത്ത് വെളിവാക്കുന്ന സ്വഭാവമുണ്ടല്ലോ, ശരീരത്തിൽ വെളിപ്പെടുത്തേണ്ട ഭാഗങ്ങളല്ലാത്തത് വെളിപ്പെടുത്തുന്ന സ്വഭാവമുണ്ടല്ലോ, ഒരു മുഅ്മിനിന് യോജിച്ചതല്ല, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. വിശ്വാസിയാണോ അവന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗം എപ്പോഴും മറച്ചു വെക്കണം. കുളിക്കുന്ന സമയത്താണെങ്കിൽ പോലും മറച്ചു വെച്ചിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉറത്തെ ഒളിപ്പിക്കാത്ത സ്വഭാവം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സയ്യിദത്തിന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്റെ അവയവങ്ങളുടെ അത്തരം മറച്ചു വെക്കേണ്ട അവയവങ്ങളെ ഭാഗങ്ങൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ അവിടുത്തെ ഭാഗങ്ങളും കണ്ടിട്ടില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഭാര്യന്റെ മുന്നിൽ അത് പ്രദർശിപ്പിക്കല് ജോറാണ് എന്നുള്ള ധാരണയാണ്, അല്ലെങ്കിൽ ഭാര്യന്റെ വെറുതെ നോക്കി നിൽക്കല് സുന്നത്താണ് എന്നുള്ള ധാരണയാണ്. ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, ഹറാമാണ് എന്നാണോ മുസ്ലിയാരെ പറഞ്ഞത്? അല്ല, സ്വന്തം ഭാര്യയുടേതല്ലേ മുസ്ലിയാരെ, അത് ഹറാമാണോ എന്ന് ചോദിക്കരുത്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃക സയ്യിദത്തിന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നിൽ നിന്ന് അവിടുന്ന് കണ്ടിട്ടില്ല, അവിടുത്തെ ഔറത്തിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ജീവിതം വേണ്ടത്. അങ്ങനെയല്ലെങ്കിലോ മനുഷ്യന്റെ ശരീരത്തിന്റെ അത്തരം ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മനുഷ്യന് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട മതിപ്പ് നഷ്ടപ്പെടാനത് കാരണമാണ്. ഇരിക്കട്ടെ, ഞാനതിലേക്ക്